ഭർത്താവിന്റെ ഉദ്ദേശമാസ വരുമാനത്തിൽ നിന്ന് 80% ഇന്ററിം മെയിൻ്റനൻസ് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഈ ഉത്തരവിലേക്ക് നയിച്ച കേസ് ഇങ്ങനെയാണ്. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഭർത്താവ് ലോയറാണ്, ഭാര്യ ടീച്ചറും. അവരുടെ വിവാഹം 2016 18 മാസത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷം 2017 ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് സെപ്പറേറ്റായി താമസിക്കുകയാണ്. 2022 കുട്ടിയെ നോക്കുന്നതിനായി ഭാര്യ ജോലിയും ഉപേക്ഷിച്ചു. തുടർന്ന് മെയിൻ്റനൻസ് കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. ഈ കേസിൽ 2023 ഡൽഹി ഫാമിലി കോടതി ഭാര്യയ്ക്കും കുട്ടിക്കും അരിയേഴ്സ് ഉൾപ്പെടെ ചിലവിന് കൊടുക്കാൻ ഉത്തരവിട്ടു. ഈ വിധിയെ ചോദ്യം ചെയ്താണ് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് നൽകുന്നതിനെ ഭർത്താവിൻ്റെ ഭാഗം ശക്തമായി എതിർത്തു. ഭാര്യ ഒരു ഗവൺമെൻറ് ടീച്ചറായിരുന്നു. 40,000 മുതൽ 45,000 വരെ ശമ്പളം കിട്ടുന്ന തൊഴിൽ. അതുപേക്ഷിച്ച് തൊഴിലില്ലാത്ത നിലയിൽ നിൽക്കാൻ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കുകയായിരുന്നു. തുടർന്നാണ് മെയിൻ്റനൻസ് ആവശ്യപ്പെടുന്നത്. കൂടാതെ കുട്ടിയുടെ വിദ്യാഭ്യാസ ചിലവിൽ പ്രധാനപ്പെട്ടത് ഗവൺമെൻറ്റാണ് നൽകുന്നത്. എന്നാൽ ഭാര്യയുടെ അഭിഭാഷകൻ ഇതിനെ എതിർത്തു. ജോലി ഉപേക്ഷിക്കാൻ കാരണം കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഭാര്യയുടെ അസാന്നിധ്യത്തിൽ മറ്റാരും തന്നെ കുട്ടിയെ നോക്കാൻ വീട്ടിലുണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഭർത്താവ് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള രേഖകളിൽ റെൻ്റൽ പ്രോപ്പർട്ടീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ വ്യക്തമാക്കിയിട്ടില്ലെന്നും ഭാര്യയുടെ ഭാഗം വാദിച്ചു. തനിക്ക് 15,000 രൂപയെ മാസവരുമാനമുള്ളൂ എന്ന ഭർത്താവിൻ്റെ വാദം ശരിയല്ലെന്നും ഭാര്യ വാദിച്ചു. മുൻപ് ജോലിയുണ്ടായിരുന്നു എന്ന ഗ്രൗണ്ടിൽ മെയിൻ്റനൻസ് അവകാശം നിഷേധിക്കാൻ കഴിയുന്നതല്ല. വീടിനോട് ചേർന്ന് ജോലിക്കായി ശ്രമിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല. സിംഗിൾ പേരൻ്റ് ആയിരുന്നതിനാൽ കുട്ടിയെ വളർത്താനായി ജോലി രാജിവെക്കേണ്ടതായിട്ട് വന്നു. ഇരുഭാഗവും കേട്ടതിന് ശേഷം കോടതി വിലയിരുത്തിയത് ചൈൽഡ് കെയർ ഒരു പ്രധാന ഉത്തരവാദിത്തമാണ്. കുട്ടിയെ കസ്റ്റഡിയുള്ള പേരൻ്റ് ഫുൾ ടൈം ജോബിന് പോയാൽ കുട്ടിയെ ശ്രദ്ധിക്കാൻ പ്രയാസമായിരിക്കും, പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി മെമ്പേഴ്സ് ഇല്ലാത്ത സ്ഥിതിക്ക്. വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഹൈക്കോടതി ഇൻട്രീം മെയിൻ്റനൻസ് അലോ ചെയ്യുകയാണുണ്ടായത്. ഹസ്ബൻഡിൻ്റെ ഏണിങ്സ് എന്ന് പറയപ്പെട്ട 15,000 രൂപയിൽ 12,000 രൂപ മെയിൻ്റനൻസായി നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. 7,500 രൂപ ഭാര്യയ്ക്കും 4,500 രൂപ കുട്ടിക്കും. എല്ലാ മാസവും 10-ാം തീയതിക്കകം നൽകാനും ഉത്തരവിൽ പറയുന്നു. ഹൈക്കോടതിയുടെ മറ്റൊരു ഡയറക്ഷൻ, ഇൻറ്ററിം ആപ്ലിക്കേഷൻ ഫാമിലി കോടതി 1 മാസത്തിനകം വീണ്ടും പരിഗണിക്കേണ്ടതാണ്. കക്ഷികളുടെ ഇൻകം അഫിഡവിറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പ്രോപ്പർട്ടി ഡോക്യുമെൻ്റ് തുടങ്ങിയവ പരിശോധിക്കപ്പെടണം. ഫൈനൽ ഓർഡർ വരുന്നതുവരെ ഭാര്യയ്ക്കും കുട്ടിക്കും ഇൻറ്ററിം റിലീഫ് നൽകേണ്ടതാണ്. അപ്പീൽ തീർപ്പാക്കിക്കൊണ്ട് ഷൈൽജ വേഴ്സസ് കൊബണ്ണ എന്ന സുപ്രീം കോടതി പ്രസിഡന്റ് ഡൽഹി ഹൈക്കോടതി റഫർ ചെയ്യുകയുണ്ടായി. വരുമാനമുണ്ടാക്കാൻ കഴിവുണ്ടെന്ന കാരണത്താൽ മെയിൻ്റനൻസ് കുറയ്ക്കാൻ പാടുള്ളതല്ല. ഭാര്യയ്ക്കോ മക്കൾക്കോ ചിലവിന് ലഭിക്കുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിലോ ഫാമിലി കോടതിയിലോ ഫയൽ ചെയ്യുന്ന കേസാണ് മെയിൻ്റനൻസ് കേസ്. പ്രധാനമായും മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ മെയിൻ്റനൻസ് കേസ് ഫയൽ ചെയ്യുന്നത്. ഭർത്താവിൻ്റെ വരുമാനവും വരുമാന മാർഗങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് തനിക്കും കുട്ടികൾക്കും ഇത്ര രൂപ ചിലവിനാവശ്യമാണെന്ന് കോടതിയെ ബോധിപ്പിക്കുന്നു. തനിക്ക് ജോലിയില്ല, വരുമാനമില്ല തുടങ്ങിയ വാദങ്ങൾ കോടതി മുമ്പാകെ നിരത്തി മെയിൻ്റനൻസ് കേസിൽ നിന്നൊഴിവാകാൻ ഭർത്താവിന് കഴിയുന്നതല്ല. ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതി, ഇൻവെസ്റ്റ്മെൻറ്റ്, വസ്തുവകകൾ തുടങ്ങിയവയെല്ലാം കോടതി പരിഗണിക്കുന്നതാണ്. ഉയർന്ന ശമ്പളവും സ്റ്റാറ്റസും ഉള്ളവരിൽ നിന്ന് അതിനാനുപാതികമായും, വരുമാനം കുറഞ്ഞ തൊഴിൽ മേഖലയാണെങ്കിൽ അതിനാനുപാതികമായും ഒരു എമൗണ്ട് കോടതി നിശ്ചയിക്കുന്നു. എമൗണ്ട് നിശ്ചയിക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ കോടതിക്കാണ്. വരുമാനം കണക്കാക്കുന്നതോടൊപ്പം ഭർത്താവിൻ്റെ ലയബിലിറ്റീസും കോടതി പരിഗണിക്കുന്നു. വൃദ്ധരായ മാതാപിതാക്കൾ, മെഡിക്കൽ ചെലവുകൾ, മറ്റ് സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിഗണിക്കുന്നു. മാറാരോഗങ്ങൾ കാരണമോ അപകടത്തെ തുടർന്നോ ശാരീരികമായ അവശത കാരണമോ ജോലിക്ക് പോകാൻ കഴിയാത്ത ഭർത്താവാണെങ്കിൽ അതും കോടതി പരിഗണിക്കുന്നു. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.